ഹലോ നമസ്കാരം, കോമ്പറ്റീറ്റീവ് ക്രാക്കറിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് ആനന്ദ്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ കുറച്ച് പ്രധാനപ്പെട്ട ആർട്ടിക്കിളുകൾ എങ്ങനെ പഠിക്കാം എന്നുള്ളതാണ്. നമ്മുടെ കഴിഞ്ഞ ഡിഗ്രി ലെവൽ പ്രിലിംസ് മെയിൻസ് പരീക്ഷയൊക്കെ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് ആർട്ടിക്കിൾസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് കുറച്ച് പ്രധാനപ്പെട്ട ആർട്ടിക്കിൾസ് എങ്ങനെ ഓർത്തിരിക്കാം എന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പോവാണ് ഒന്ന് പറഞ്ഞു തരാൻ പോവുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് സിലബസിനകത്ത് നമുക്ക് പഠിക്കാനുണ്ട്. നമുക്ക് യൂണിയൻ എക്സിക്യൂട്ടീവ് നമുക്ക് പഠിക്കാനുണ്ട് അല്ലെ, യൂണിയൻ എക്സിക്യൂട്ടീവ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ യൂണിയൻ എക്സിക്യൂട്ടീവ് നോക്കുമ്പോൾ അതിന് പ്രധാനപ്പെട്ട 3 ആൾക്കാരുണ്ട്. നമുക്കറിയാം ആരൊക്കെയാണ് യൂണിയൻ എക്സിക്യൂട്ടീവിന്റെ പ്രധാനപ്പെട്ട 5 പേരാണുള്ളത്. ആ 5 പേരിൽ ഒന്നെന്ന് പറയുന്നത് നമ്മുടെ പ്രസിഡന്റ് ആണ്, 2 വൈസ് പ്രസിഡന്റ്, 3 പ്രൈം മിനിസ്റ്റർ, 4 കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, 5ാമത്തെ ആള് എന്ന് പറയുന്നത് നമ്മുടെ ആരാണ്, അറ്റോർണി ജനറൽ ആണ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമുക്ക് ഈ പറയുന്നതിന്റെ കൂട്ട് പ്രസിഡന്റിന്റെയും വൈസ് പ്രസിഡന്റിന്റെയും അതേപോലെ തന്നെ നമ്മുടെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ ആർട്ടിക്കിൾസ് എങ്ങനെ പെട്ടെന്ന് ഓർത്തിരിക്കാം എന്നുള്ള ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോവുകയാണ്. ഓക്കെ, അപ്പൊ ആദ്യം ഞാൻ ഇവിടെ എഴുതുന്നു പ്രസിഡന്റ് എന്ന് എഴുതുന്നു, പിന്നെ ഞാൻ എഴുതുന്നു വൈസ് പ്രസിഡന്റ് എന്ന് എഴുതുന്നു, പിന്നെ ഞാൻ എഴുതുന്നു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ന് എഴുതുന്നു. ഓക്കെ ആണല്ലോ. അപ്പൊ അന്ന് നോക്കിയേ, ഞാൻ 3 സംഖ്യകൾ ഞാൻ എഴുതുകയാണ്. 2, 3, 4 എന്നിങ്ങനെ താഴോട്ട് അങ്ങ് എഴുതുകയാണ്. 2, 3, 4 എന്ന് താഴോട്ട്. പ്രസിഡന്റ് നേരെ 2 എഴുതുന്നു, വൈസ് പ്രസിഡന്റ് നേരെ 3 എഴുതുന്നു, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ നേരെ ഞാൻ എന്ത് എഴുതുന്നു, 4 എന്ന് എഴുതുന്നു. ഓക്കെ, ഇനി അതിനുശേഷം വീണ്ടും മേളിലേക്ക് പോവുകയാണ്. മേളിലേക്ക് പോകുമ്പോൾ ഈ 4 കഴിഞ്ഞാൽ പിന്നെ അടുത്ത സംഖ്യ ഏതാണ് വരുന്നത്, 5 ആണ് വരുന്നത്. 5ന്റെ തൊട്ട് താഴെ ഞാൻ എഴുതുന്നു 6 എഴുതുന്നു. അതിനുശേഷം ഞാൻ എഴുതുന്നു 7 എഴുതുന്നു. നമുക്കറിയാം, നോക്കേ, 2, 3, 4, 5, 6, 7, 2, 3, 4, 5, 6, 7. ഓക്കെ, അപ്പൊ നോക്കി നമുക്ക് ഇവിടെ നമുക്ക് സംഖ്യ കിട്ടി 52. ആർട്ടിക്കിൾ 52 പറയുന്നത് രാഷ്ട്രപതിയെ കുറിച്ചാണ് പറയുന്നത്. there shall be a president of India. നമുക്ക് രാഷ്ട്രപതി വേണമെന്ന് പറയുന്നു. അതിനുശേഷം 63 പറയുന്നത് വൈസ് പ്രസിഡന്റ് വേണമെന്ന് പറയുന്നു. അതിനുശേഷം നമുക്ക് പറയുന്നു 74 പറയുന്നു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. there shall be a council of ministers with the prime minister as head to aid and advise the president of India. നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രപതിക്ക് എയ്ഡ് ചെയ്യുന്നതിനും അഡ്വൈസ് ചെയ്യുന്നതിനും പ്രധാനമന്ത്രി തലവനായിട്ടുള്ള ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് വേണമെന്നാണ് എവിടെ പറയുന്നത്, ആർട്ടിക്കിൾ നമ്പർ 74 പറയുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാം, പ്രസിഡന്റിന്റെ വൈസ് പ്രസിഡന്റ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾസ് നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് നമുക്ക് ഓർത്തിരിക്കാവുന്നതാണ്. ഓക്കെ, ഇത് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ നോക്കുമ്പോൾ ആ കോൺസ്റ്റിറ്റ്യൂഷൻ എപ്പോഴും നമുക്ക് ഈ ആർട്ടിക്കിളുകൾ തമ്മിൽ എന്തുണ്ട് കൂട്ടുകാരെ, ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് റിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന കുറച്ച് ആർട്ടിക്കിൾസ് ആണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്, നമ്മുടെ യൂണിയൻ ഗവൺമെന്റിന്റെ, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ. ഓക്കെ, അപ്പൊ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കും മാജിക്കൽ നമ്പേഴ്സ്. ഓക്കെ, ആ റിലേഷൻഷിപ്പ് കൊണ്ടുവരുന്നതിന് നമ്മൾ പറഞ്ഞാണ് മാജിക്കൽ നമ്പേഴ്സ്. അത്തരത്തിലുള്ള ഒരു മാജിക്കൽ നമ്പർ ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്, 89. മാജിക്കൽ നമ്പർ 89. അപ്പൊ ഈ മാജിക്കൽ നമ്പർ 89 വെച്ച് പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ പഠിക്കാൻ പറ്റുന്ന ആർട്ടിക്കിളുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഞാൻ എഴുതുന്നു ആർട്ടിക്കിൾ നമ്പർ 72 എന്ന് എഴുതുകയാണ്. ആർട്ടിക്കിൾ നമ്പർ 72 എഴുതുകയാണ്. 72 എന്താണ് എന്ന് നമുക്കറിയാം. 72 പറയുന്നത് നമ്മുടെ രാഷ്ട്രപതിയുടെ പാർഡനിങ് പവറിനെ കുറിച്ചാണ്. രാഷ്ട്രപതിയുടെ പാർഡനിങ് പവറിനെ കുറിച്ചാണ് ആർട്ടിക്കിൾ നമ്പർ 72 പറയുന്നത്. ഓക്കെ, ഇനി 72ന്റെ കൂട്ടത്തിൽ നമ്മൾ 89 നമ്മളൊന്ന് കൂട്ടിക്കഴിഞ്ഞാൽ 89 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും, എത്ര കിട്ടും, 161 കിട്ടും. 161 കിട്ടും. അപ്പൊ 72 പാർഡനിങ് പവർ ഓഫ് പ്രസിഡന്റ് എന്ന് പറഞ്ഞെങ്കിൽ അതേപോലെ തന്നെ 161 ആരെ കുറിച്ചായിരിക്കും പറയുന്നത്, ഗവർണറുടെ പാർഡനിങ് പവറിനെ കുറിച്ചായിരിക്കും പറയുന്നത്. ഗവർണറുടെ പാർഡനിങ് പവറിനെ കുറിച്ച് പറയുന്നത്. ഗവർണർക്ക് ശിക്ഷയിൽ ഇളവ് നൽകാൻ അധികാരത്തെ കുറിച്ച് 161 പറയുന്നു. ഓക്കെ, ഇനി 72ന്റെ കൂടെ നമ്മളൊന്ന് 2 കൂട്ടുമ്പോൾ നമുക്ക് ഏത് കിട്ടും കൂട്ടുകാരെ, 74 കിട്ടത്തില്ലേ. 74 ഓൾറെഡി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു. എന്താ പറഞ്ഞത്, നമുക്ക് എന്ത് വേണം, ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് വേണം. അതിന് തലവനായിട്ട് ആര് വേണം, നമുക്ക് പ്രധാനമന്ത്രി വേണം. എന്തിനു വേണ്ടിയിട്ട്, നമ്മുടെ രാഷ്ട്രപതിയെ എയ്ഡ് ചെയ്യുന്നതിന്, അഡ്വൈസ് ചെയ്യുന്നതിന് വേണ്ടി. അപ്പൊ കേന്ദ്രത്തില് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും പ്രധാനമന്ത്രി വേണമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് സംസ്ഥാനത്ത് ഗവർണർക്ക് ഉപദേശം നൽകുന്നതിന് വേണ്ടിയിട്ട് ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും ചീഫ് മിനിസ്റ്ററും ആയിക്കൂടാ? അതിനെക്കുറിച്ച് പറയുന്നു. എവിടെ പറയുന്നു, 74 89 കൂട്ടുകാരെ എത്ര കിട്ടും, 163 കിട്ടത്തില്ലേ. 163 കിട്ടി. അപ്പൊ 163 എന്തോ പറയുന്നേ, there shall be a council of ministers with the chief minister as head. എന്തിനു വേണ്ടിയിട്ടാണ്, to aid and advise the governor of the state എന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ഞാൻ കൂട്ടുകാരെ വീണ്ടും ഞാൻ എന്ത് ചെയ്യാണ്, ഒരു 2 കൂട്ടി ഞാൻ ഇവിടെ 76 എഴുതുന്നു. 76 പറയുന്നത് നമ്മുടെ ലോ ഓഫീസർ ഓഫ് ഇന്ത്യ, ഫസ്റ്റ് ലോ ഓഫീസർ ഓഫ് ഇന്ത്യയെ കുറിച്ച് പറയുന്നു. നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ വക്കീലിനെ കുറിച്ച് പറയുന്നു. അറ്റോർണി ജനറലിനെ കുറിച്ച് പറയുന്നു.
കേന്ദ്ര സർക്കാരിന് സ്വന്തമായിട്ട് ഒരു വക്കീൽ ഉണ്ടാകാമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് സംസ്ഥാന സർക്കാരിനായിക്കൂടാ? സംസ്ഥാന സർക്കാരിന് സ്വന്തമായിട്ട് ഒരു വക്കീൽ വേണമല്ലേ? അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് എവിടെ പറയുമെന്ന് അറിയാമോ? 76 ഒരു 89 കൂട്ടം നമുക്ക് എത്ര വരും കൂട്ടുകാരെ? 165 വന്നു. അപ്പൊ 165 ആരെ കുറിച്ച് പറയുന്നത്? സംസ്ഥാന സർക്കാരിന്റെ വക്കീലിനെ കുറിച്ച് പറയുന്നു. അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ചാണ് പറയുന്നത്. അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് പറയുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത് നമ്മൾ കുറച്ച് കൂട്ടി പറയുകയാണ്. 102 പറയുന്നത് പാർലമെന്റിലെ എംപിമാരെ അയോഗ്യരാക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് ദ പാർലമെന്റ് ആണ് പറയുന്നത്. അപ്പൊ പാർലമെന്റിൽ അംഗങ്ങളെ ഡിസ്ക്വാളിഫൈ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് സംസ്ഥാനങ്ങളിലെ MLA-മാരെ ഡിസ്ക്വാളിഫൈ ചെയ്തൂടാ? അതിനെ കുറിച്ച് പറയുന്നുണ്ട്. എവിടെ പറയുന്നുണ്ടെന്ന് അറിയാമോ? 102ന്റെ കൂടെ 89 കൂട്ടുക എത്ര വരും? 191. ഏതാണ് 191? ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് MLA-മാരെ ഡിസ്ക്വാളിഫൈ ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു ആർട്ടിക്കിൾ ആണ് കൂട്ടുകാരെ 110. നമുക്ക് എല്ലാവർക്കും അറിയാം, മണി ബില്ല്. കേന്ദ്ര സർക്കാരിന്റെ മണി ബില്ലിനെ കുറിച്ച് പറയുന്നു. കേന്ദ്ര സർക്കാരിന് മണി ബില്ല് ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് സംസ്ഥാനങ്ങൾക്ക് മണി ബില്ല് ആയിക്കൂടാ? അപ്പൊ സംസ്ഥാനങ്ങളുടെ മണി ബില്ലിനെ കുറിച്ച് പറയുന്നു. ഇതിന്റെ കൂടെ 89 കൂട്ടുകാരെ എത്ര കിട്ടും നമുക്ക്? 199. ക്ലിയർ ആണല്ലോ. അപ്പൊ 72 പറയുന്ന ആരെ കുറിച്ച് പറയുന്നു? നമ്മുടെ രാഷ്ട്രപതിയുടെ പാർഡറിംഗ് പവറിനെ കുറിച്ച് പറയുന്നു. 89 കൂട്ടുക 161 ഗവർണറുടെ പാർഡറിംഗ് പവറിനെ കുറിച്ച് പറയുന്നു. 74 കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് പ്രൈം മിനിസ്റ്ററിനെ കുറിച്ച് പറയുന്നെങ്കിൽ 74 89 കൂട്ടുമ്പോൾ 163 കിട്ടുമ്പോൾ നമ്മൾ അതിനെ കുറിച്ച് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് വിത്ത് ചീഫ് മിനിസ്റ്റർ ആസ് ഹെഡ് പറയുന്നു. 76 അറ്റോർണി ജനറലിനെ കുറിച്ച് പറയുന്നത്. അതിന്റെ കൂട്ടത്തിൽ 89 കൂട്ടുമ്പോൾ കിട്ടുന്ന 165 സംസ്ഥാനത്തിന്റെ വക്കീലായിട്ടുള്ള അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് പറയുന്നു. 102 പറയുന്നത് എന്തിനെ കുറിച്ചാണ്? ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് MPമാരാണ് എന്നുണ്ടെങ്കിൽ അതിന്റെ കൂട്ടത്തിൽ 89 കൂട്ടുമ്പോൾ കിട്ടുന്ന 191 എന്തിനെ കുറിച്ചായിരിക്കും പറയുന്നത്? സംസ്ഥാനങ്ങൾ MLA-മാരെ ഡിസ്ക്വാളിഫൈ ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നു. 110 പറയുന്നത് എന്തിനെ കുറിച്ചാണ് പറയുന്നത്? 110 പറയുന്നത് മണി ബില്ലാണെങ്കിൽ 199 സംസ്ഥാനങ്ങളുടെ മണി ബില്ലിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അടുത്തൊരു മാജിക്കൽ നമ്പർ നോക്കാം. അടുത്തൊരു മാജിക്കൽ നമ്പർ എന്ന് പറയുന്നത് 90 ആണ്. അടുത്ത മാജിക്കൽ നമ്പർ പറയുന്നത് ഏതാണ്? 90. ഓക്കെ, അപ്പൊ ഈ 90ന്റെ വെച്ച് നമുക്ക് ഏതൊക്കെ പറ്റുമോ നമുക്ക് നോക്കാം. 90ന്റെ വെച്ച് ആദ്യം തന്നെ 112 ഞാൻ എഴുതാണ്. 112 എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ബജറ്റ് ആണ്. ഇവിടെ കേന്ദ്രത്തിന്റെയാണ്. ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ കേന്ദ്രത്തിന് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആകാമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് സംസ്ഥാനങ്ങൾക്കായിക്കൂടാ? അപ്പൊ സംസ്ഥാനത്തിന്റെ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടി 112ന്റെ കൂടെ 90 കൂട്ടുക നമുക്ക് എത്ര കിട്ടും കൂട്ടുകാരെ? 202 കിട്ടും. 202 കിട്ടിയോ? അപ്പൊ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ആരാണ്? സ്റ്റേറ്റ് ആണ്, സംസ്ഥാനങ്ങളുടെയാണ്. ഓക്കെ, ഇനി അടുത്തൊരു ആർട്ടിക്കിൾ ആണ് 117. ഫിനാൻസ് ബില്ലുകളെ കുറിച്ച് പറയുന്നു. ആരുടെ? കേന്ദ്രത്തിന്റെ ഫിനാൻസ് ബില്ലുകളെ കുറിച്ച് പറയുന്നു. കേന്ദ്രത്തിന്റെ ഫിനാൻസ് ബില്ല് ആകാമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് സംസ്ഥാനങ്ങൾക്ക് ഫിനാൻസ് ബില്ല് ആയിക്കൂടാ? അപ്പൊ സംസ്ഥാനങ്ങളുടെ ഫിനാൻസ് ബില്ലിനെ കുറിച്ച് പറയുന്നു. 117ന്റെ കൂടെ 90 കൂട്ടുക നമുക്ക് എത്ര വരും കൂട്ടുകാരെ? 207 വന്നു. 207 സംസ്ഥാനങ്ങളുടെ ഫിനാൻസ് ബില്ലിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ആർട്ടിക്കിൾ നമുക്ക് നോക്കാം. 213. ഇനി നമുക്ക് അടുത്ത ആർട്ടിക്കിൾ നമുക്ക് നോക്കാം. 123 പറയുന്നത് ഓർഡിനൻസ് മേക്കിംഗ് പവേഴ്സ് ഓഫ് ദ പ്രസിഡന്റ് ആണ്. നമ്മുടെ പാർലമെന്റ് ഇല്ലാത്ത സമയത്ത് രാഷ്ട്രപതിക്ക് താൽക്കാലിക നിയമങ്ങൾ കൊണ്ടുവരാം. അതിനെയാണ് നമ്മൾ ഓർഡിനൻസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ പാർലമെന്റ് ഇല്ലാത്ത സമയത്ത് രാഷ്ട്രപതിക്ക് താൽക്കാലിക നിയമങ്ങളായ ഓർഡിനൻസ് കൊണ്ടുവരാമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നിയമസഭ സമ്മേളനത്തിൽ അല്ലാത്ത സമയത്ത് നമ്മുടെ സംസ്ഥാന ഗവർണർക്ക് ഓർഡിനൻസ് കൊണ്ടുവന്നൂടാ? ഗവർണർക്ക് കൊണ്ടുവരാം. അതിനെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ആയിരിക്കും ഏതെന്ന് പറയുന്നത് 123 90 കൂട്ടാൻ നമുക്ക് എത്ര വരും കൂട്ടുകാരെ? 213 വരുന്നു. 213 ഗവർണർക്ക് ഓർഡിനൻസ് കൊണ്ടുവരാനുള്ള അധികാരത്തെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു ആർട്ടിക്കിൾ എന്ന് പറയുന്നത് 124 ആണ്. 124 എന്തിനെ കുറിച്ചാണ് പറയുന്നത്? സുപ്രീം കോടതിയെ കുറിച്ച് പറയുന്നു. സുപ്രീം കോടതിയെ കുറിച്ചാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് സംസ്ഥാനങ്ങൾക്ക് എന്തുണ്ട് കൂട്ടുകാരെ? ഹൈക്കോടതി ഉണ്ടല്ലേ? സംസ്ഥാനങ്ങൾ ഹൈക്കോടതി ഉണ്ട്. അതിനെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ആണ് 124 കൂടെ 90 കൂട്ടുക നമുക്ക് എത്ര വരും? 214 വരും. 214 സംസ്ഥാന ഹൈക്കോടതികളെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ കൂട്ടരെ, ഇത് ഓർത്തിരിക്കാൻ വേറെ ഒരു ടിപ്പ് കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. 123ന്റെ ആദ്യത്തെ 2 സംഖ്യകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇന്റർചേഞ്ച് ചെയ്തേ നമുക്ക് എത്ര വരും? 213 വരും. 213 എന്തിനെ കുറിച്ചാണ്? ഓർഡിനൻസ് മേക്കിംഗ് പവർ ഓഫ് ആരെ കുറിച്ചാണ് പറയുന്നത്? ഗവർണറിനെ കുറിച്ച് പറയുന്നത്.
ഓക്കെ 124 എന്തിനെ കുറിച്ചാണ് പറയുന്നത്? സുപ്രീം കോടതിയെ കുറിച്ച് പറയുന്നു. ആദ്യത്തെ രണ്ട് സംഖ്യകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റിക്കേ, നമുക്ക് എത്ര വരും കൂട്ടുകാരെ? 214. സംസ്ഥാന ഹൈക്കോടതികളെ കുറിച്ച് പറയുന്നു. ഇനി അവസാനത്തെ രണ്ട് സംഖ്യകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇന്റർചേഞ്ച് ചെയ്തേ, എത്ര വരും? 241 ആണ്. എന്തിനെ കുറിച്ചായിരിക്കും പറയുന്നത്? കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ ഹൈക്കോടതി, ഹൈക്കോർട്സ് ഓഫ് യൂണിയൻ ടെറിട്ടറീസിനെ കുറിച്ചാണ്, ഹൈക്കോർട്സ് ഓഫ് യൂണിയൻ ടെറിട്ടറീസിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതേപോലത്തുള്ള കൂടുതൽ ടിപ്സും ട്രിക്സും പഠിക്കുന്നതിന് വേണ്ടി കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ചാനൽ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യൂ. സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.